ഭാഗ്യലക്ഷ്മി കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് ലാലേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു കോടതി വിധി വന്നതിൻ്റെ അന്ന് തന്നെ ഉണ്ടെങ്കിൽ അവരൊരുമിച്ച് ദിലീപുമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയുടെ പോസ്റ്റർ പങ്കിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നാണമില്ലേ എന്നുള്ള രീതിയിലൊന്നും ആലോചിക്കുക പോലും ചെയ്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ ഭാഗ്യലക്ഷ്മി തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രാമലീല എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ ഒരു സിനിമയിൽ ഡബ്ബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വന്നപ്പോൾ മൊത്തത്തിലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഒരു വിഭാഗം കാണും, ഒരു വിഭാഗം കാണില്ല. എന്തായിരുന്നു അത്തരത്തിലൊരു അങ്ങനെ ആരും കാണാതിരുന്നിട്ടില്ല. ചിലർ ഏതെങ്കിലും ചില ബുദ്ധിജീവികൾ ഇങ്ങനെ നമ്മുടെ ടി വിയിൽ കയറിയിരുന്ന ആരൊക്കെ പറയുന്നത് കേട്ടു, ഇങ്ങനെ ഇത് കാണാൻ പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ത്രീകൾ വലിയ അഭിപ്രായമൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അതിൽ എനിക്ക് വിഷമമുള്ള അതിലൊരാൾ അതിൻ്റെ അകത്ത് ഡബ് ചെയ്തതിന് ശേഷം ഭാഗ്യലക്ഷ്മി തന്നെയാണ് അതിൻ്റെ അകത്ത് ആ പടത്തിൽ ഡബ് ചെയ്തതിന് ശേഷം ആ പടത്തിനെ കുറിച്ചിട്ട് വിമർശിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഇതായിരുന്നു ആ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് ആൾക്കാരിപ്പം ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യലക്ഷ്മി എന്തിന് പിന്നെ അന്ന് ഡബ് ചെയ്തു? ആ ഒരു സമയത്താണ് അത്രയും ഭയങ്കരമായിട്ട് നിന്ന സമയത്ത് പോലും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ദിലീപ് അഭിനയിച്ച സിനിമയ്ക്ക് ഡബ് ചെയ്തിട്ട് പൈസ വാങ്ങിച്ചിട്ട് ഇപ്പം ലാലേട്ടൻ ഉണ്ടെങ്കിൽ ഒരുമിച്ച് അഭിനയിച്ചതിനും പോസ്റ്റർ പങ്കുവച്ചതിനും എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് ഒട്ടും ശരിയായിട്ടുള്ള രീതിയിൽ ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ പറഞ്ഞിട്ട് ഭാഗ്യലക്ഷ്മിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് ഒക്കെ വരുവാണ്.